السلام عليكم ورحمة الله وبركاته. الحمد لله الواحد الأحد الفرد الصمد لم يلد ولم يولد ولم يكن له كفوا أحد. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف المرسلين وعلى آله وأصحابه الطيبين الطاهرين. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه العزيز: أعوذ بالله السميع العليم من الشيطان الرجيم. في جنات يتساءلون عن المجرمين ما سلككم في سقر قالوا لم نك من المصلين ولم نك نطعم المسكين وكنا نخوض مع الخائضين وكنا نكذب بيوم الدين حتى أتانا اليقين. رب اشرح لي صدري يسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ താക്കീതുകളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിൻ്റെ തൃപ്തി നേടി ഭൂമിയിൽ നിന്ന് യാത്ര പോകാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടണമെന്ന് എന്നോടും നിങ്ങളോടും ഗൗരവപൂർവ്വം വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ ഉപദേശങ്ങൾ കേൾക്കുന്നവർ, അള്ളാഹുവിൻ്റെ താക്കീതുകൾ കേൾക്കുന്നവർ, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ കേൾക്കുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിചര്യകൾ പഠിക്കുന്നവർ, കേൾക്കുന്നവർ, ഏറ്റവും കൂടുതൽ ഭൂമുഖത്ത് ജീവിക്കുന്നവർ മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് തന്നെ താക്കീതുകളെയും ഉപദേശങ്ങളെയും നിർദ്ദേശങ്ങളെയും ഒക്കെ അവഗണിച്ച് നമുക്ക് തോന്നിയതുപോലെ ജീവിച്ച് ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞാൽ അവൻ്റെ അവസ്ഥ വളരെ ഗൗരവമായിരിക്കും. അത് ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നാം ചിന്തിക്കണം. അല്ലാതിരുന്നാൽ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കും താക്കീതുകൾക്കും വില കൽപ്പിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്തുകൊണ്ട് ഭൂമിയിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ ആളുകൾ നാളെ സ്വർഗത്തിലെത്തുമ്പോൾ തങ്ങളുടെ കൂടെ ജീവിച്ച, തങ്ങളുടെ കൂടെ നടന്ന തൻ്റെ കുടുംബം, തൻ്റെ ബന്ധുക്കൾ, തൻ്റെ മക്കൾ, തൻ്റെ സഹോദരങ്ങൾ, തൻ്റെ ബന്ധുമിത്രാദികൾ ഇവരെയെല്ലാം ഒരു ഭാഗത്ത് നരകത്തിൽ കാണുമ്പോൾ, ഒരു ഭാഗം സ്വർഗത്തിലും ഒരു ഭാഗം നരകത്തിലും കാണുമ്പോൾ ഇവർ തമ്മിൽ നടക്കുന്ന ഒരു ചർച്ച വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുദ്ദസ്സിർ വിശദീകരിച്ചിട്ടുണ്ട്. ആ ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുഖവുരയിൽ ഓതി കേൾപ്പിച്ചത്. നമുക്കതിൻ്റെ സാരാംശത്തിലേക്ക് ഒന്ന് കടക്കാം. ഖുർആൻ പറയുകയാണ്, ഫീ ജന്നാത്തിൻ യതസാഅലൂൻ. അള്ളാഹുവിൻ്റെ ഉപദേശങ്ങളും പ്രവാചകന്റെ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ കയറാൻ ഭാഗ്യം ലഭിച്ച ആളുകൾ
ഫി ജന്നാത്തിൻ യതസാഅലൂൻ, അവർ സ്വർഗത്തിൽ വെച്ച് പരസ്പരം ചർച്ച ചെയ്യും. ഈ സ്വർഗത്തിൽ കടക്കാനുണ്ടായ ഭാഗ്യമുണ്ടാകാനുണ്ടായ കാരണത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്യും. അതോടൊപ്പം തങ്ങളോടൊപ്പം ജീവിച്ച കുടുംബം, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, ഭാര്യമാർ, ഭർത്താക്കന്മാർ തങ്ങളോടൊപ്പം ജീവിച്ചവരായിരുന്നു. പക്ഷെ അവർ അള്ളാഹുവിൻ്റെ താക്കീതുകളെ, പ്രവാചകന്റെ നിർദ്ദേശങ്ങളെ അവഗണിച്ച് ജീവിച്ചവരാണ്. അവരെപ്പറ്റി ഖുർആൻ പറയുന്നു, അനിൽ മുജ്രിമീൻ, അവർ കുറ്റവാളികളാണ്. ആ കുറ്റവാളികൾ നരകത്തിലെത്തിയപ്പോൾ അവരെക്കുറിച്ചാണ് സ്വർഗത്തിലുള്ള തൻ്റെ ബന്ധുക്കൾ ചർച്ച നടത്തുന്നത്. അപ്പോൾ നരകത്തിൽ പ്രവേശിച്ച ആളുകളോട് സ്വർഗവാസികൾ ചോദിക്കുന്നു, മാ സലക്കക്കും ഫി സക്കർ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഭീമാകാരമായ, കഠോരമായ, ഏറ്റവും ബീഭത്സമായ ഈ നരകത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രവേശിച്ചത്? നരകത്തിൽ പ്രവേശിച്ച നമ്മളുടെ ബന്ധുക്കൾ, കൂട്ടുകാരൊക്കെ ആദ്യത്തെ മറുപടി കാലു, അവർ പറയും, ലം നക്കു മിനൽ മുസല്ലീൻ, ഞങ്ങൾ ആത്മാർത്ഥതയോടെ കൃത്യമായി നമസ്കരിച്ചിരുന്നില്ല. നമസ്കാരം അള്ളാഹു കബൂൽ ചെയ്യും വിധം നിർവഹിക്കാൻ കഴിയാത്തവരാണ്. മരണം വരെ ചിലപ്പോൾ നിസ്കരിച്ചിട്ടുണ്ടാവും, പക്ഷേ അള്ളാഹു സ്വീകരിക്കും വിധം നമസ്കരിക്കാൻ ഭാഗ്യമില്ലാത്തവരാണ്. ഖാലു ലം നക്കു മിനൽ മുസല്ലീൻ, തീർന്നില്ല. വലം നക്കു നുത്ഇമുൽ മിസ്കീൻ, പാവങ്ങളായ ആളുകളെ അവഗണിച്ച് നമ്മൾ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചു. പാവങ്ങളെ ശ്രദ്ധിച്ചില്ല, പാവങ്ങൾ കഴിച്ചോ എന്ന് നോക്കിയില്ല, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മൾ തയ്യാറായില്ല. നമ്മൾ സുഭിക്ഷമായി വിഭവസമൃദ്ധമായ സദ്യകളിലേക്ക് അവരെ ക്ഷണിച്ചില്ല. എത്രയോ വിഭവസമൃദ്ധമായ സദ്യകൾ അള്ളാഹുവും റസൂലും പൊരുത്തപ്പെടാത്ത, ശൈത്താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സദ്യകൾ പോലും നടത്തി. എന്നിട്ട് പോലും പാവങ്ങളെ അതിലേക്ക് ശ്രദ്ധിച്ചില്ല. അവർക്കൊരു പിടി ഭക്ഷണം കൊടുക്കാൻ ശ്രദ്ധിച്ചില്ല. നരകത്തിൽ എത്താണ്ടായ കാരണം പറയാം. ഒന്ന് നമസ്കരിച്ചില്ല, മറ്റൊന്ന് ഭക്ഷണം കൊടുത്തില്ല. പിന്നെ മൂന്നാമത്തെ കാരണം അവർ പറയുന്നത്, വകുന്ന നഖൂലു മഅൽ ഖായിലീൻ, ഭൂമിയിലുള്ള എല്ലാ തോന്നിവാസങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ആളുകളുടെ കൂടെ ഞങ്ങളും ആ തോന്നിവാസങ്ങളിൽ മുഴുകി ജീവിച്ചു. ഇന്നത്തെ അവസ്ഥ ആലോചിച്ച് നോക്കിയത്. എല്ലാവർക്കും വേണ്ട എന്താ? തോന്നിവാസങ്ങളിലുള്ള മുഴുകലാണ്, ഇഴകലാണ്. ഒരു കോളേജ് വിദ്യാർത്ഥിയെ എടുത്താൽ അവൻ നമസ്കരിക്കുന്ന, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടുകാരനോടൊപ്പം നടക്കാൻ ഇഷ്ടമല്ല. അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന, ശബ്ദമുഖരിതമായി ജീവിക്കുന്ന, രാജ്യത്ത് സമൂഹത്തിനും കുടുംബത്തിനും രാജ്യത്തിനുമൊക്കെ അപകടം വരുത്തുന്ന രൂപത്തിൽ ജീവിക്കുന്നവരോടാണ് അവർക്കിഷ്ടം. അതാണ് വകുന്ന നഖൂലു, ഞങ്ങൾ ഇഴകി ജീവിക്കുകയായിരുന്നു തമ്മാടിത്തങ്ങളിൽ. മഅൽ ഖായിലീൻ, ഒരുപാട് ആളുകൾ തമ്മാടിത്തത്തിൽ മുഴുകുമ്പോൾ കൂടെ നമ്മളും, അല്ലേ? നമസ്കരിക്കുന്ന, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ പോലും തമ്മാടികളുടെ കൂടെ ഇഴകി ജീവിക്കുകയാണ് എപ്പോഴും, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ തിന്നുന്ന ഭക്ഷണം നമുക്ക് ആരോഗ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നമുക്ക് വളരാൻ വേണ്ടിയോ അല്ല, നമ്മൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാൻ, അല്ലേ? ആണല്ലേ നമ്മളുടെ ഭക്ഷണം? ഒരു 10 ആളുകൾ എന്തിനും ഒരു വിഷയത്തിൽ ക്ഷണിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുക? അവർക്ക് തിന്നാനുള്ളതോ നിങ്ങൾക്ക് തിന്നാനുള്ളതല്ല. നിങ്ങൾ വലിയ പണക്കാരാണെന്നും നിങ്ങൾ അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ളവരാണെന്നും കാണിക്കാൻ അതിനാവശ്യമായ ഭക്ഷണം, അല്ലേ? അങ്ങനെ ഉണ്ടാക്കല്. എന്നിട്ടോ ആയിരക്കണക്കിന് ആളുകൾക്ക് പലതരം രോഗങ്ങൾ സമ്മാനിച്ചു. അല്ലാതെ ഒന്നും ഉണ്ടായില്ല. ഉണ്ടോ? വളരെ പ്രയാസത്തോടു കൂടിയാണ് ഒരുപാട് ആളുകൾ ജീവിക്കുന്നത്. അതിന്റെ പ്രധാന കാരണം ഒന്ന് ഭക്ഷണമാണ്. എത്ര അള്ളാഹ് താക്കീത് ചെയ്താലും, അള്ളാഹു എത്ര ഇഷ്ടപ്പെടൂല എന്ന് പറഞ്ഞാലും അതൊരിക്കലും നമ്മൾ വകവെക്കുന്നില്ല. ഉണ്ടോ? അള്ളാഹു എന്ത് പറഞ്ഞു? ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ദുർവ്യയം ചെയ്യുന്ന ഒരാളെയും അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. നമ്മളുടെ സൽക്കാരങ്ങളിലാവട്ടെ, നമ്മളുടെ വിവാഹ സദ്യകളിലാവട്ടെ, നമ്മളുടെ ഒരു സാധാരണഗതിയിൽ ഒരു ഹൗസ് വാമിംഗ്, അതുപോലും മുസ്ലിങ്ങൾ ഇന്ന് ധൂർത്തന്മാരാണ്. 12 വീട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കി. ഒരൊറ്റ വീടിന് പോലും നബി ഹൗസ് വാമിംഗ് നടത്തിയില്ല. ഒരൊറ്റ വീട് പോലും. നമ്മളൊരു വീടുണ്ടാക്കിയാൽ പള്ളിയിൽ
നടക്കുന്ന ജമാഅത്ത് പോലും ഒഴിവാക്കി സുബഹിക്ക് കുറെ കൂട്ടുകാരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അതൊന്നും റസൂലുള്ളാഹിന്റെ സുന്നത്തല്ല. അതാണ് വലിയ ദീനിന്റെ ആളാവും വേണം, എന്നാൽ പിശാചിന്റെ ഇമാമാവും വേണം. അങ്ങനെയുള്ള ആൾക്കാരാണ്. പിശാചിന്റെ ഇമാമാണ്, അതോടൊപ്പം അള്ളാന്റെ ദീന്, പോർട്ടബിൾ ദീന്, കൊണ്ടുനടക്കാൻ പറ്റാവുന്ന ഒരു ദീനും കയ്യിൽ വെക്കും. എന്നിട്ടോ സലാം ചൊല്ലും. ഇവരാണ് ഇപ്പൊ ഇവിടെ കൊടുക്കാൻ പോകുന്നത്. ഇവരെ പറ്റിയാണ് ഖുർആൻ പറയുന്നത്, എവിടെയെല്ലാം ആളുകൾ അടിച്ചു പൊളിക്കുന്നുവോ ആ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരുടെ കൂടെ ഞാനും ജീവിച്ചു പറച്ചോനെ. അതാണ് ഈ തീത്തുപ്പുന്ന അതിശക്തമായ കഅന്നഹ ജിമാലത്തും സുഫർ എന്നാ ഖുർആൻ പറഞ്ഞു ഈ സക്കറിനെ പറ്റി. നരകത്തിന്റെ ഒരു തീപ്പൊരി മുകളിലേക്ക് പൊന്തും നരകത്തിൽ. അതിന്റെ വലുപ്പം ഒരൊട്ടകത്തിന്റെ വലുപ്പം ഉണ്ടാവും ഒരു തീപ്പൊരിക്ക്. ആ നരകത്തിലാ പ്രവേശിച്ചത്. ഇനി ചിന്തിച്ചിട്ടുള്ള കാര്യമുണ്ടോ? ഉണ്ടോ? അതിൽ എത്തപ്പെട്ടിട്ട് അവിടുന്ന് ഈ നിർദ്ദേശങ്ങളും ഈ താക്കീതുകളും ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച ആളുകളോ അവർ സ്വർഗത്തിലാണ്. അവരവിടെ വെച്ചാണ് പടച്ചോനെ ഇവരൊക്കെ നമ്മളെ കൂടെ അല്ലേ പള്ളിയിൽ ജുമാക്കുണ്ടായത്, പടച്ചോനെ ഇവരല്ലേ നമ്മുടെ കൂടെ ഹജ്ജ് ഉണ്ടായിരുന്നത്, ഇവരല്ലേ നമ്മളുടെ കൂടെ ഉംറക്കുണ്ടായിരുന്നത്, ഇവരൊന്നും ജീവിതത്തിൽ ഇതൊന്നും പകർത്തിയില്ലേ, ഇവരടിച്ചു പൊളിച്ച് ജീവിക്കുകയായിരുന്നു അല്ലേ? ഈ ആയത്തുകളൊക്കെ യഥാർത്ഥത്തിൽ എന്റെയും നിങ്ങളെയും ജീവിതത്തെ ചോദ്യം ചെയ്യുന്നില്ലേ? ഇല്ലേ? എന്റെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചമടിക്കുന്നില്ലേ ഈ ആയത്ത്? പക്ഷേ ഇത്തരം ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് കേട്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ ചിന്തിച്ചത് ഇത് എന്നെക്കുറിച്ച് മാത്രമാണ് എന്ന് ചിന്തിച്ച ആളുകൾ അറിയാള്. എന്നിട്ട് അവർ തിരുത്തുകയാണ് ജീവിതത്തെ. നിസ്സാരമായ കാര്യങ്ങൾ പോലും അവർ തീർത്തിയിട്ടുണ്ട്. അപ്പം നോക്കാം, ഈ ഓതി വെച്ച ഭാഗം ഒന്നുകൂടി അർത്ഥം കേൾക്കണം. അവർ പറഞ്ഞെന്താ, ഞങ്ങൾ തമ്മാടികളുടെ കൂടെ തമ്മാടിത്തത്തിൽ മുഴുകി ജീവിച്ചു. ഏതുവരെ? ഹത്താ അത്താനൽ യഖീൻ, നമുക്ക് മലക്കുൽ മൗത്ത് നമ്മുടെ റൂഹിന് വേണ്ടി വരുന്നത് വരെ, ഞങ്ങളുടെ റൂഹ് ഏറ്റുവാങ്ങാൻ മലക്കുൽ മൗത്ത് വരുന്നത് വരെ ഭൂമിയിൽ അടിച്ചു പൊളിച്ച് ജീവിച്ചു. ഒരു താക്കീതും ഉപദേശവും നമ്മൾ ചെവിക്കൊണ്ടില്ല. ആരെന്ത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യും. പിടിവാശിയിലായിരുന്നു അല്ലേ? ഈ പിടിവാശിയെല്ലാം കഴിഞ്ഞ് നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മളുടെ മയ്യത്ത് പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും നിസ്സഹായരാണ്. നമ്മളെ കൂടെ കൂടിയവർ, നമ്മളെ കൂടെ സുഖിച്ചവർ, നമ്മുടെ കൂടെ തമ്മാടിത്തം കളിച്ചവർ, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരെല്ലാം നിസ്സഹായരായി നോക്കി നിൽക്കെ നമ്മൾ 3 കഷ്ണം തുണിയുമായി സുജൂദിന്റെ അവയവങ്ങളിൽ വെച്ച പഞ്ഞിയുമായി വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ വല്ലാത്തൊരവസ്ഥ. അവിടുന്നാണ് നമ്മളുടെ ജീവിതം ശരിക്കും തുടങ്ങുന്നത്. അപ്പോൾ ആ ജീവിതം ശരിപ്പെടുത്താനാണ് അള്ളാഹുവിന്റെ താക്കീതുകളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ജീവിതത്തിൽ പകർത്തുന്നത്. മനസ്സിലായോ? അത് നിങ്ങൾ അല്ല പറഞ്ഞു സമീന, അല്ല പറഞ്ഞു കേട്ടു, അത്തവിന പഠിച്ചവനെ അനുസരിച്ചിരിക്കുന്നു, ഇനി മാറ്റല്ല എന്ന് പറയാൻ സാധിക്കുമ്പോൾ എന്നാണോ അന്ന് നിങ്ങളും ഞാനും മുസ്ലിങ്ങളാവും. അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ല, പേരുകൊണ്ട് മുസ്ലിം ആവാം. ഒരു മുസ്ലിം മാതാപിതാവിന്റെ ഗർഭപാത്രത്തിൽ ജനിച്ചതുകൊണ്ട് ആരും മുസ്ലിം ആവുകയില്ല. മുസ്ലിമായി ജീവിക്കുമ്പോൾ മാത്രമേ മുസ്ലിം ആവൂ. സങ്കടത്തോടു കൂടി നിങ്ങൾ കേൾക്കുക. അള്ളാഹു ചോദിക്കുകയാണ് ഇത്തരം ആളുകളോട്. അള്ള ചോദിക്കുക, ഫമാലഹും മനി തെതുക്കിറത്തി മൊരിലീൻ, ഫമാലഹും അവർക്ക് എന്ത് പറ്റി? ഈ നരകത്തിലെത്തിയ ആൾക്കാർക്ക് എന്ത് പറ്റി? ഫമാലഹും മനി തെതുക്കിറത്തി, എല്ലാ താക്കീതുകളെയും മൊരിലീൻ അവഗണിച്ച് ജീവിച്ചു. അത് കേൾക്കുന്നത് പോലും ഇഷ്ടല്ല. ഇത് നല്ല നിർദ്ദേശങ്ങൾ, അള്ളാഹുവിന്റെ കലാമുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കേൾക്കുമ്പോഴേക്കും ചെറുത്താന് കുന്തിരിക്കാൻ പകീശായില്ല. ഇന്നത്തെ തലമുറ പ്രത്യേകിച്ച് നിങ്ങൾ നോക്കേണ്ടി, ഉമ്മയെ വാപ്പയൊക്കെ നല്ല കാര്യം പറയാൻ വേണ്ടി ഒന്ന് വിളിച്ചാൽ മതി, മോനെ എനിക്ക് എന്നോട് കുറച്ച് കാര്യം പറയാൻ പറഞ്ഞു നോക്കിയത്, അപ്പം നിങ്ങൾക്ക് കാണാം ഓന്റെ മുഖം. ഫമാലഹും ഇവർക്ക് എന്ത് പറ്റി? അനി തെതുക്കിറത്തി, നിർദ്ദേശങ്ങളിൽ താക്കീതുകളിൽ നിന്ന് മൂരിൽ അവർ പിന്തിരിഞ്ഞ് അവഗണിച്ചു പോവുകയാണ്. എന്നിട്ട് അള്ളാഹ് ഇതിനൊരു ഉപമ പറഞ്ഞിട്ടുള്ളത്, നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു ഉപമ. അള്ളാഹ് പറയാൻ, കഅന്നഹും ഹുമുറുൻ മുസ്തൻഫിറ ഫറത്ത് മിൻ കസ്വറ. എങ്ങനെ? കഅന്നഹും ഹുമുറുൻ മുസ്തൻഫിറ ഫറത്ത് മിൻ കസ്വറ. വല്ലാത്തൊരു പ്രയോഗം. ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ
സിംഹക്കൂട്ടങ്ങളെ കണ്ട കഴുതകൾ ഓടിപ്പോകുന്നത് പോലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾ ഓടിപ്പോയി. അവരാണ് ഇപ്പൊ ഈ നരകത്തിലുള്ളത്. അങ്ങനെ ഓടിയ രൂപം പറഞ്ഞിട്ടുള്ളത് സിംഹക്കൂട്ടങ്ങൾ, ഗർജിക്കുന്ന സിംഹക്കൂട്ടങ്ങളെ കണ്ട ഹുമറുകൾ, ഹിമാറുകളെ പോലെ. ഫറത്തുമിൻ കസ്വറ. കസ്വറാന്ന് സാധാരണ അറബി ഭാഷയിൽ സിംഹത്തിന് ഉപയോഗിക്കാറില്ല. ചില ഭാഷയുടെ പ്രയോഗ, ഖുർആന്റെ സാഹിത്യം. അതെന്താ അവിടെ പറഞ്ഞെന്താ? കഅന്നഹും ഹുമുറുൻ, അവർ ഹിമാറുകളെ പോലെയാണ്. കഅന്നഹും ഹുമുറുൻ മുസ്തൻഫിറ, വിരണ്ടോടുന്ന കഴുതകളെ പോലെ. ഉപദേശം കേട്ടാൽ, താക്കീതുകൾ കേട്ടാൽ അപ്പൊ വിരണ്ടോടുന്ന കഴുതകളെ പോലെ. ഓലെ മുഖമൊക്കെ പാടും. നിങ്ങൾ നോക്കേണ്ടി, ഒരുവിധം ചെറുപ്പക്കാർ നല്ല കാര്യങ്ങൾ കേൾക്കേണ്ട അവർക്ക് ഇഷ്ടമല്ല. പിന്നെ എപ്പോഴാണ് നമുക്ക് ഇനി ഇഷ്ടമുണ്ടാവുക? ചിലവർക്ക് തീരെ ഇഷ്ടമുണ്ടാവില്ല, മരണം വരെ. അതാ ഖുർആൻ പറഞ്ഞു, അത്താനൽ യഖീൻ, മരണം ഉറപ്പാകുന്നത് വരെ ചില ആളുകൾക്ക് അള്ളാന്റെ ഉപദേശം ചെവിയിൽ കണ്ട് കയറൂല, അല്ലേ? അങ്ങനത്തെ ആൾക്കാരൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ അള്ളാഹു നേരത്തെ അറിയിക്കുകയാണ്. നമുക്ക് നോക്കാം. അത്രയും പ്രയാസത്തോടുകൂടി അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനും ഹദീസും കേൾക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പകർത്താതിരിക്കുകയും ചെയ്ത ആളുകളുടെ അപകടത്തെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. നമുക്ക് നോക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല ഇത്തരം ആളുകളെ നരകത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും ആദ്യം. അതിനാ അതല്ല ഒരുപാട് ഇടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണുന്നവർക്ക് കാണാൻ വേണ്ടി, അല്ലെ? ലിമൻ യറ, കാണുന്നവർക്ക് കാണാൻ വേണ്ടി അള്ളാഹു നരകത്തെ കൊണ്ടുവന്ന് നിർത്തും. അത് ഖുർആനിൽ പലയിടങ്ങളിൽ പറയുന്നുണ്ട്. സൂറത്തുൽ അഹ്കാഫിൽ അള്ളാഹ് പറയാണ്, വയൗമ യുറലിൽ ലദീന കഫറു, അള്ളാഹുവിന്റെ താക്കീതുകളും ഉപദേശങ്ങളും അവഗണിച്ചു തള്ളിയ കാഫറുകൾ, നിഷേധിച്ചവർ, അവരെ അള്ളാഹു യൗമ യുറലിൽ ലദീന കഫറു അലന്നാർ, നരകത്തിന്റെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് നിർത്തും. നിർത്തിയിട്ട് അവരോട് പറയുന്നൊരു വാക്ക് കേട്ടാണ്, ഏത് മനുഷ്യനും, കരളുള്ള മനുഷ്യൻ ചിന്തിക്കാതിരിക്കൂല, ചിന്തിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനും ചിന്തിക്കാണ്ടിരിക്കൂല. അല്ലാഹ് പറയാണ്, അദ്ഹത്തും തയ്യിബാത്തിക്കും ഫീ ഹയാത്തിക്കും ദുനിയ, നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ നിങ്ങൾ എല്ലാ സുഖങ്ങളും ആസ്വദിച്ചു, ഒരു സുഖവും ബാക്കി വെച്ചില്ല. എന്തെല്ലാം ഭൂമിയിൽ നിങ്ങൾക്ക് സുഖമായി തോന്നിയോ അതൊക്കെ നിങ്ങൾ ചെയ്തു, അല്ലെ? ഭക്ഷണം കൊണ്ടായാലും, വസ്ത്രം കൊണ്ടായിരുന്നാലും, ആഭരണങ്ങൾ കൊണ്ടായാലും. എന്തൊരു ജീവിതപ്പം, അല്ലെ? ആവും വിധം ഒരു കണ്ണട പോലും ഇന്ന് ആളുകൾ ഉപയോഗിക്കുന്നതിനറിയോ? അതിനൊരു ആർഭാടം വേണം, ഉണ്ടാവില്ലേ? എന്താ പറയുന്നത്? ഡ്രസ്സോ പറയണ്ട, പെണ്ണ് പോലും, ഒരു പെണ്ണ് ഉപയോഗിക്കുന്നവൻ പോലും ലക്ഷങ്ങൾ വരെയുള്ള പെണ്ണ ഉപയോഗിക്കുക. അദ്ഹബത്തും തയ്യിബാത്തിക്കും ഫീ ഹയാത്തിക്കും ദുനിയ, ഭൗതിക ലോകത്ത് നിങ്ങൾ ആവും വിധം. അന്ന് തുടർന്ന് പറയാ, വസ്തം തഴുത്തും ബിഹ, അള്ളാഹു ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ടും പരമാവധി നിങ്ങൾ ഇസ്തിംതാഴ് നടത്തി സുഖിച്ചു. വസ്തം തഴുത്തും ബിഹ. എന്നിട്ട് അള്ളാഹ് പറയാം, ഫൽ യൗമ തുജ്സൗന അദാബൽ ഹൂൻ, ഇന്നിതാ നിങ്ങൾക്ക് നിന്ദ്യമായ, ഒരാൾക്ക് സഹിക്കാൻ പോലും കഴിയാത്ത നിന്ദ്യമായ ശിക്ഷ. എന്താ? അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് അള്ളാഹ് പറയുന്നുണ്ടാ, ഹമീമൻ വഗസ്സാഖ, ഒരു ശിക്ഷ. എല്ലാ ശിക്ഷയും പറയാനല്ല, ഒരൊറ്റ ശിക്ഷ. നരകത്തിന്റെ തീജ്വാലയിൽ കിടന്ന് തിളച്ചു മറിയുന്ന പാപികളുടെ ശരീരത്തിൽ നിന്ന് ഉരുകി വരുന്ന രക്തവും ചലവും നിറഞ്ഞ ഒരു ജ്യൂസ് അത് കുടിക്കാൻ കിട്ടും. അതിന്റെ പേരാണ് വസ്സാഖ്, ഹമീം. അതേപോലെ അത് ശക്തമായ ചൂടുള്ള ചലം, അത് കുടിക്കാൻ വേണ്ടി ശ്രമിക്കും മനുഷ്യൻ. വലാ യക്കാദു യുസിഉ, അന്നനാളത്തിലേക്ക് ഇറങ്ങൂല, കീറി മുറിയും അന്നനാളം. ഉണ്ടോ? ഇല്ലാ ഹമീമം വഗസ്സാഖ. രണ്ടാമത്തത്, അടിച്ചു പൊളിച്ച് ജീവിച്ച, അള്ളാഹുവിന്റെ താക്കീതുകളും ഉപദേശങ്ങളും ഒന്നും ഒരു വിലയും കൽപ്പിക്കാതെ ജീവിച്ച, വെറും സന്തോഷിക്കണം, ആഹ്ലാദിക്കണം, അതിൽ കവിഞ്ഞ് വേറെ ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ ജീവിക്കുന്ന ആണും പെണ്ണും എത്രയാണ്? അതല്ലേ ഇന്ന് കൂടുതൽ. നമ്മളെ പേരിലേക്ക് നോക്കി നമ്മളോടുണ്ട്, അല്ലെ? അടുത്ത പേരിൽ നോക്കി അവിടെ ഉണ്ട്, ഇല്ലേ? എവിടെ ഇല്ലാത്ത? പള്ളിയിൽ നോക്കി അവിടെ ഉണ്ട്. എവിടെയും വേറെ ദൂരത്തേക്കൊന്നും പോണ്ട, സുഖിക്കുകയാണ്, വെറും സുഖം. അള്ള ദുനിയാവിലെ സുഖമൊന്നും ആസ്വദിക്കേണ്ടെന്നല്ല പറഞ്ഞില്ല. പക്ഷേ അള്ളാഹുവിന്റെ താക്കീതുകൾക്കോ ഉപദേശങ്ങൾക്കോ വില വെക്കാതെ ആഹ്ലാദത്തിൽ നിങ്ങൾ മതോന്മത്തരായി ജീവിക്കുമ്പോൾ അള്ളാഹു ശിക്ഷിക്കും, മറക്കണ്ട കേട്ടോ.
നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ സുഖാണ്, വലിയ വലിയ വീടുകളും മണിമേടകൾക്ക് മീത മണിമേടകളും കൊട്ടാരങ്ങൾക്കുപരി കൊട്ടാരങ്ങളും ഉയർത്തിക്കെട്ടി 5ഉം 10ഉം കാറുകളിൽ വിലസി പരമാവധി ദുനിയാവിലെ ഭക്ഷണം മുഴുവൻ കഴിച്ച് ഏതെല്ലാം വില കൂടിയ വസ്ത്രങ്ങളുണ്ട് അതെല്ലാം ഉപയോഗിച്ച് എല്ലാവരുടെയും മുമ്പിൽ പൊങ്ങച്ചക്കാരനായി ജീവിച്ചു അല്ലെ. അൽഹാഖ് മുത്തക്കാസുർ, എല്ലാം മറന്നു. ഹത്താ സുർത്തുമുൽ മക്കാബിർ, മരണം ഖബറിലേക്ക് നിന്നെ എത്തിക്കുന്നതുവരെ നീ ഓർത്തില്ല ഒരു മരണമുണ്ടെന്ന്. ഒരു മരണമുണ്ടെന്ന്, ആ മരിക്കുന്നത് എന്തിനാണെന്ന് പോലും നീ ഓർത്തില്ല. അള്ള പറഞ്ഞില്ലേ, ഇന്ന ഇലൈന ഇയാബവും, മടക്കം നമ്മിലേക്കാണ്, മറക്കണ്ട. സുമ്മ ഇന്ന അലൈന ഹിസാബഹും, ശക്തമായ വിചാരണ നടത്തും, ശിക്ഷിക്കപ്പെടും. കേട്ടോ, ഇത് കുട്ടികളിയല്ല. നിങ്ങൾ വിചാരിക്കേണ്ടത് നമ്മളെ വെറുതെ സൃഷ്ടിച്ചത്. അള്ള പറയുന്നുണ്ട്, അഫ ഹസിബുത്തും അന്നമാ ഖലഖ്നാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ മരിച്ചു നമ്മിലേക്ക് മടങ്ങുകയില്ല എന്ന് വിചാരിച്ചതാണോ ഈ സൂയിക്കുന്നത്? അഫ ഹസിബുത്തും അന്നമാ ഖലഖ്നാകും അബസ, തമാശയായിട്ടാണ് നിങ്ങൾ സൃഷ്ടിച്ചതെന്ന് വിചാരിച്ചോ? വല്ലാത്ത പ്രയാസത്തിലേക്ക് പോകട്ടോ. അവനവൻ ചിന്തിക്കുക. ആരും ഉണ്ടാവില്ല കൂടെ. മാതാവില്ല, പിതാവില്ല, കുടുംബമില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല, ആരും സഹായിക്കാനില്ലാത്തൊരു ലോകത്തേക്ക് വിട പറയും മുമ്പ് അള്ളാഹുവിന്റെ താക്കീതുകൾക്കും ഉപദേശങ്ങൾക്കും ജീവിതത്തിൽ സ്ഥാനം കൽപ്പിക്കുക. അതിനുവേണ്ടി നിങ്ങൾ അധ്വാനിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അല്ലദീന കഫറു, ഈ ഭൗതികന്മാരായ ആളുകളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം യതമത്തഊൻ, അവർ സുഖിക്കുക ചെയ്യുക. അവർക്ക് വെറും സുഖം മാത്രം മതി, വേറൊന്നും വേണ്ട. യതമത്തഊന, സൂറത്ത് മുഹമ്മദ്, യതമത്തഊൻ വയൽകുലൂന. അണ്ടാ അല്ല, ഞാൻ പറഞ്ഞല്ല, വയൽകുലൂന, അവർക്ക് വെറും തിന്നണം, ഭോഗിക്കണം, കല്യാണം കഴിക്കണം, കല്യാണം കഴിച്ചും ഭോഗിക്കണം, കല്യാണം കഴിക്കാണ്ടും ഭോഗിക്കണം. യതമത്തഊൻ വയൽകുലൂൻ, ഇതുപോലെ കമാ തഅകുൽ അൻആം, നാക്കാലികളെ പോലെ. തിന്നുമ്പോ ഹലാലാണോ നോക്കണ്ട, ഹറാമാണോ നോക്കണ്ട, അള്ള അനുഭവിച്ചാണോ നോക്കണ്ട, അള്ള വിലക്കിയതാണോ നോക്കണ്ട, അങ്ങനെ തിന്നു കൂട്ടണം. അതല്ലേ മൃഗം. കമാ തഅകുൽ അൻആം. എന്താ പറയാം, വന്നാറു മസ്വല്ലഹും, അവർക്കുള്ള അഭയകേന്ദ്രമാണ് നരകം. കേട്ടോ, മറക്കണ്ട. അതുകൊണ്ട് അള്ളാഹുവിന്റെ താക്കീതുകളും അള്ളാഹുവിന്റെ വിധിവിലക്കുകളുമൊക്കെ ശ്രദ്ധിക്കുക. അതോടൊപ്പം കഴിഞ്ഞുപോയ ഇന്നലകളിൽ നമ്മൾ ചെയ്ത ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വേറെയുമുണ്ട്. അള്ളാഹ് പറയാൻ, വമൻ അദ്ലം, ആരാണ് ഏറ്റവും വലിയ അക്രമി, മിമ്മൻ ദുഃഖിറ ബി ആയാത്തി റബ്ബി, റബ്ബിന്റെ ആയത്തുകൾ അവനെ ഉത്ബോധിപ്പിച്ചപ്പോൾ ഫഅറള അൻഹാ, അതിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞു പോയി, സ്വീകരിച്ചില്ല. നസിയ മാ ഖദ്ദമത് യദാഹു, അവൻ മുൻകൂട്ടി ചെയ്ത ഒരു തിന്മകളും അവൻ ഓർത്തില്ല, ഒക്കെ മറന്നു, എല്ലാ തമ്മാടിത്തങ്ങളിലും മുഴുകി. അല്ലാഹ് പറയാ, ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം അക്കിന്ന, അത്തരം ആളുകളുടെ മനസ്സിലേക്ക് സന്മാർഗത്തിന്റെ ഉപദേശങ്ങളോ താക്കീതുകളോ കടക്കാൻ കഴിയാത്ത വിധം ആ കൽബിലൊരു മൂടിയുണ്ട്, അക്കിന്നത്ത്. കേട്ടോ, അതിനാ യഫ്ഖഹു ഫി ആദാനിഹിം, യഫ്ഖഹു, അത് മനസ്സിലാക്കുന്നതിന് തടയുന്ന ഒരു മൂടി അത്തരം ആളുകളുടെ കൽബിൽ വരും. ഫി ആദാനിഹിം വഖറ, നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാതിരിക്കാൻ ഒരു പ്രത്യേകത മൂടി കാതുകൾക്കും ഉണ്ടാവും. വൈൻ തദൂഹും ഇലൽ ഹുദാ, സന്മാർഗത്തിലേക്ക് അവരെ ക്ഷണിച്ചാൽ ഫലൻ യഹ്തദൂ ഇദൻ അബദ, ഒരിക്കലും അവർ സന്മാർഗത്തിലേക്ക് വരില്ല. ശാഠ്യമുള്ളവരാണ്. ഞങ്ങൾ ഇങ്ങനെ തന്നെ ജീവിക്കൂ, ഞങ്ങൾ ഇങ്ങനെ തന്നെ കല്യാണം കഴിക്കൂ, ഇങ്ങനെ തന്നെ നമ്മൾ തക്കാരം കഴിക്കൂ, ഇങ്ങനെ തന്നെ നമ്മൾ ആഭരണം വാങ്ങൂ, ഇങ്ങനെ തന്നെ നമ്മൾ വസ്ത്രം ധരിക്കൂ, ഇങ്ങനെ തന്നെ ഞങ്ങൾ വീടുണ്ടാക്കൂ. അങ്ങനെ ശാഠ്യമുള്ളവരാണ്. ഒരിക്കലും തിരുത്താൻ തയ്യാറാവില്ല. അതുകൊണ്ട് തിരുത്തണം, മാറണം. അള്ളാഹുവിലേക്ക് പോകും മുമ്പ് ഈ ലോകം ശാശ്വതമല്ല, കുറിപ്പിട്ട സമയം മാത്രം. സത്യത്തിൽ നമ്മൾ മരിച്ചു പരലോകത്തെത്തിയാലേ നമുക്ക് തോന്നുന്നുണ്ടോ അറിയോ, ഇല്ല അശിയത്തൻ ഔലുഹാഹ, ഒന്നുകിൽ ഒരു പകലിലെ ജീവിതം അല്ലെങ്കിൽ ഒരു വൈകുന്നേരത്തെ ജീവിതം മാത്രമേ ദുനിയാവിൽ നടന്നിട്ടുള്ളൂ എന്ന് തോന്നിപ്പോകും. ഇപ്പം തോന്നില്ലേ? ഇപ്പം ഒരു ഏകദേശം 60-65 വയസ്സായ ആളുകൾ തോന്നില്ലേ ജീവിതം പെട്ടെന്ന് കഴിഞ്ഞു ജീവിച്ചും തോന്നുന്നുണ്ടോ? ഇല്ല, പെട്ടെന്ന് കഴിഞ്ഞു. കളിച്ചതും വിനോദിച്ചതും ടൂറ് പോയതും എല്ലാ കളികളും എല്ലാം അവസാനിച്ചു അല്ലെ? എല്ലാം വേണം. ആ എല്ലാം ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾ ആലോചിക്കണം, അള്ളാഹുവിന്റെ താക്കീതുകൾ ഞാൻ അവഗണിച്ചുവോ? എന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ താക്കീതിന് നിലവാരമില്ലാതെ പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെ
എപ്പോഴും അള്ളാഹുവിന്റെ താക്കീതുകളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ജീവിതത്തിൽ പകർത്തി അത് കേൾക്കുമ്പോൾ തിരുത്തുന്ന അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ പോലെ ഫബശ്ശിർ ഇബാദിയല്ലദീന യസ്തമിഊനൽ ഖൗൽ ഫയത്തബിഊന അഹ്സന ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ് വഉലൈക ഹും ഉലുൽ അൽബാബ്. ഫബശ്ശിർ ഇബാദിയല്ലദീന യസ്തമിഊനൽ ഖൗല, അള്ളാഹുവിന്റെ കലാമുകൾ ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കണം. ഫബശ്ശിർ ഇബാദിയല്ലദീന യസ്തമിഊനൽ ഖൗൽ. എന്നിട്ടോ ഫയത്തബിഊന അഹ്സന, അവന്റെ ജീവിതത്തിൽ പകർത്താൻ പറ്റാവുന്ന പരമാവധി അവനത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാം. അവരാണ് ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അള്ളാഹു സന്മാർഗം കനിഞ്ഞവരാണ് അവർ. വഉലൈക ഹും ഉലുൽ അൽബാബ്, അള്ളാഹ് സൃഷ്ടിച്ച ഏറ്റവും വലിയ ബുദ്ധിമാന്മാരും അവരാണ്. അള്ളാഹിന്റെ കലാമുകൾ കേട്ട് ആ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി നന്മയാർന്ന ജീവിതം നയിച്ചു. അങ്ങനെ ജീവിക്കുമ്പോൾ തീർച്ചയായും നമ്മളുടെ ഈ ലോകത്തെ ജീവിതത്തിൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ ഉണ്ടായാലും അള്ളാഹു തടയും കേട്ടോ. അവസാനം കണ്ണടക്കുമ്പോഴോ വളരെ മനോഹരമായൊരു യാത്രയപ്പം അള്ളാഹു തരും. അല്ലേ? നമുക്കറിയാലോ, വല്ലാത്ത യാത്രയപ്പം അല്ല മുഅ്മിനീങ്ങൾക്ക് ഒരുക്കിയത്. എങ്ങനാ? ഈ അള്ളാന്റെ താക്കീതുകളൊക്കെ ജീവിതത്തിൽ പാർത്തിയ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇവിടെ. കാരണം എന്താ, ഇവിടെ ഏറ്റവും കൂടുതലുള്ള ആളുകൾ എന്താ അടിച്ചു വിളിപ്പിക്കാരാ. അല്ലെ? എല്ലാവരുടെ കല്യാണം എങ്ങനെ അതിനേക്കാൾ മുകളിൽ നടത്താൻ നമ്മൾ ശ്രമിക്കുക. അല്ലെ? എങ്ങനെയാണോ മറ്റുള്ളവരെല്ലാം ഹൗസ്വാമിങ് നടത്തിയ അതിനേക്കാൾ വലിയ ഹൗസ്വാമിങ്. അല്ലെ? ആണല്ലേ? ആളുകളോട് മത്സരിക്കാൻ, ശരിക്കും മത്സരിക്കേണ്ട കൊടുത്തേക്കാ ഫൽ യതനാഫസിൽ മുത്തനാഫിസൂൻ. അല്ലെ? അങ്ങോട്ടല്ലേ? സ്വർഗത്തിലേക്കല്ല മത്സരിക്കേണ്ട, ഇവിടെ ദുനിയാവിലാ മത്സരം. ആ അവസ്ഥ നിങ്ങൾക്ക് മാറണം, എനിക്കും മാറണം. നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് അള്ളാഹുവിന്റെ കോടതിയിലേക്കുള്ള യാത്രയെ ഓർത്തുകൊണ്ട് കഴിഞ്ഞുപോയ ഇന്നലകളിൽ വന്നുപോയ പാപങ്ങൾ റബ്ബിനോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് ദുശ്ശാഠ്യം ഒഴിവാക്കുക. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ഒരു വിഭാഗം ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ടറിയോ? അവര് ഒരിക്കലും മാറൂല. അവര് ഹിൻസില്ലീമില് ഹിൻസില്ലീം. അല്ലെ? അവര് ഗുരുതരമായ പാപങ്ങളിൽ ദുശ്ശാഠ്യത്തോടുകൂടി പിടിച്ചു നിന്നാളും എത്ര പറഞ്ഞു കൊടുത്താലും ന്യായീകരിക്കും കേട്ടോ. ഇപ്പോ ചിലവര് സ്ത്രീധനം കൊടുത്തലുണ്ടാവും. അപ്പൊ സ്ത്രീധനം കൊടുക്കലും വാങ്ങലും ഒക്കെ ഹറാമായി ഇസ്ലാമില്. അപ്പൊ ഒരുത്തനോട് അത് പറഞ്ഞാൽ അള്ളാന്റെ താക്കീതിന്റെ മോനെ തിന്നാൻ പാടില്ല. ലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, അന്യായമായ നിലക്ക് മറ്റുള്ളവരുടെ ധനം നിങ്ങൾ വാങ്ങി തിന്നരുത് എന്ന് ഖുർആനിലെ ആയത്തിന്റെ താക്കീതാണ് അള്ളാന്റെ. അപ്പൊ എന്താ പറയാറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിക്ക് കൊടുത്തില്ലേ? എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലാണ് ആര് വളരുന്നത്? അലി റളിയല്ലാഹു അൻഹു. അല്ലെ? എന്താ കാരണം? അലി ഇബ്നു അബീ താലിബ് ഏറ്റവും വലിയ ദരിദ്രനായിരുന്നു. അപ്പം മക്കളെ ഓരോരുത്തരും ഏറ്റെടുത്തു. അലി റളിയല്ലാഹു അൻഹു റസൂലാണ് പോറ്റാൻ ഏറ്റെടുത്തത്. ഇപ്പൊ റസൂലിന്റെ വീട്ടിൽ വളരുകയാണ്. അങ്ങനെ വിവാഹം കഴിക്കാൻ വേണ്ടി, ഫാത്തിമയെ വിവാഹം കഴിക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹു കൊതിച്ചു. കാരണം അത്ര മനോഹരമായ ജീവിതമാണ് ആ വീട്ടിൽ. ഏത് ജീവിതത്തിന് സുഖമല്ല, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന ഏറ്റവും ചെറിയ കുട്ടിയാവുമ്പോൾ തന്നെ മുസ്ലിമായ ആളാണല്ലോ അലി റളിയല്ലാഹു അൻഹു. ചെറുപ്പത്തിലെ മുസ്ലിമാകാൻ ഭാഗ്യം ലഭിച്ച അലി റളിയല്ലാഹു അൻഹു. അദ്ദേഹം റസൂലുള്ളാഹിന്റെ വീട്ടിലാണല്ലോ വളർന്നത്. വളരെ പ്രയാസമായ നിക്കാഹിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, കാരണം സമയമല്ല. അങ്ങനെ വിവാഹം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ എങ്ങോട്ടാ പോവുക? ഒരു സ്ഥലമില്ല. അപ്പൊ റസൂൽ എന്ത് ചെയ്തു? ആ ഒരു ചെറിയ വീട് ആ വീട്ടിലേക്ക് മാറുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 ചെകതിന്റെ തലേണയും 2-3 വെച്ച് ഉണ്ടാക്കാനുള്ള പാത്രവും നബി കൊടുത്തു. അത് കൊടുത്തതിനെ പറ്റിയാണ് ഇപ്പൊ ഈ ന്യായീകരണ തൊഴിലാളികൾ എന്ത് പറഞ്ഞു? റസൂലുള്ളാഹിന്റെ മോൻക്ക് തന്നെ കൊടുക്കുന്നത്. റസൂലുള്ള പോറ്റിയ മോനാ, എന്നിട്ട് സീനമായി തിന്നോ ന്യായീകരിക്കുക. അതുകൊണ്ട് റബ്ബിന്റെ താക്കീതുകളെ വകവെക്കാതെ തോന്നിവാസങ്ങളിൽ മുഴുകി ജീവിക്കുന്നവർ ആലോചിക്കുക, ഒരു സഖർ എന്ന നരകം എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് നമ്മെല്ലാം രക്ഷിക്കുകയും സ്വർഗത്തിലെത്തിക്കുകയും ചെയ്യുന്ന സൽസ്വഭാവങ്ങളിൽ ഇടപെടാൻ, അള്ളാഹുവിന്റെ കലാമുകൾ കേൾക്കുമ്പോൾ അത് ജീവിതത്തിൽ പകർത്താൻ, ദുശ്ശാഠ്യമില്ലാതെ അള്ളാഹുവിന്റെ കലാമിനോട് കീഴ്പ്പെടാൻ അള്ളാഹു അങ്ങനെയുള്ളൊരു ഹൃദയമുള്ള വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്
الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أيها الإخوان والأخوات أوصيكم ثانيا وإياي بتقوى الله. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കലാമുകൾ കേൾക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹു സ്വർഗം നൽകുന്ന വിശ്വാസികൾ ഉൾപ്പെടാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഈ വിശുദ്ധ ഖുർആൻ കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയ ഉമ്മത്തിന്റെ ഒരു ജീവിതത്തിൽ നിന്ന് ഒരു പേജ് മാത്രം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിലൊരായത്ത് നിങ്ങൾ ഓതുന്നവരായിരിക്കും അല്ലേ? യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ലാ തർഫഉ അസ്വാത്തകും ഫൗക സൗത്തിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകുമ്പോൾ നബിയുടെ ശബ്ദത്തിന്റെ മുകളിൽ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല. സഹാബത്തിനോട് അള്ളാഹു നൽകിയ നിർദ്ദേശ, വിശ്വാസികളെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല. വലാ തജ്ഹർ ലഹു ബിൽ ഖൗലി കജ്ഹരി ബാലിക്കും, നിങ്ങൾ പരസ്പരം ഉച്ചത്തിൽ സംസാരിക്കുന്നത് പോലെ റസൂലിന്റെ മുമ്പിൽ വെച്ച് സംസാരിക്കരുത്. അത് അള്ളാഹുവിന്റെ അതിന് വരുന്ന ശിക്ഷ എന്താ അറിയോ? അൻ തഹബത്ത അഅ്മാലുക്കും വഅൻതും ലാ തശുറൂൻ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും. അള്ളാഹുന്റെ റസൂലിന്റെ അപ്പൊ അതിപ്പം നമുക്ക് റസൂൽ ഇല്ല, പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കേൾക്കുമ്പോൾ അത് ഹദീസല്ല എന്ന് തള്ളാൻ പാടില്ല. അവിടെ നമ്മളുടെ ബഹുമാനം വരണം കേട്ടോ. നോക്കാം, ഇതൊക്കെ പറയുമ്പോഴേ എനിക്ക് നിങ്ങളോട് പറയുമ്പം സങ്കടം വരുന്നുണ്ട്. ഇന്നത്തെ ഉമ്മത്തിന്റെ അവസ്ഥ അല്ലേ? ഈ ഉമ്മത്ത് റസൂലുള്ളാഹിന്റെ എത്ര ഹദീസുകളും വിശുദ്ധ ഖുർആന്റെ എത്ര ആയത്തുകളാണ് പകർത്തിയെന്ന് വെച്ചാൽ ഒന്നും പകർത്തിയില്ല. സങ്കടം തോന്നും അല്ലേ? ഈ ആയത്ത് പകർത്താൻ കഴിയാത്തൊരു സഹാബിന്റെ ചരിത്രമാണ് ഞാനൊരു പേജ് നിങ്ങളുടെ മുമ്പിൽ മറിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബിയാണ് സാബിത്ത് ഇബ്നു ഖൈസ്. സാബിത്ത് ഇബ്നു ഖൈസ് പൊതുവെ അദ്ദേഹത്തിന്റെ പ്രകൃതിയാൽ തന്നെ അദ്ദേഹത്തിന് ശബ്ദം കുറച്ച് ഭയങ്കരമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യാണ്ടെങ്കിൽ സാബിത്ത് ഇബ്നു ഖൈസിനെ ഏൽപ്പിക്കുക. കാരണം നല്ല സ്ഫുടമായ ശബ്ദവും അതോടൊപ്പം തന്നെ മൈക്കൊന്നുള്ള കാലമല്ലല്ലോ, അപ്പൊ ഭയങ്കര ഒച്ചത്തിലാ സംസാരിക്കുക. പൊതുവെയുള്ള സംസാരം അങ്ങനെയാണ്. അപ്പൊ ഈ ആയത്തിറങ്ങിയപ്പോഴേ 24 മണിക്കൂർ മദീനത്തെ പള്ളിയിൽ ഉണ്ടാകുന്ന അദ്ദേഹം ഈ ഒരു ആയത്തിറങ്ങിയപ്പം ശബ്ദം ഉറക്കെ സംസാരിക്കുന്ന പ്രകൃതമാണല്ലോ പടച്ചോനെ, എനിക്ക് റസൂലുള്ളാഹിനോട് ഞാൻ സംസാരിക്കുമ്പോൾ ശബ്ദം ഉയരുമല്ലോ, അത് പാടില്ല എന്നല്ലേ ഖുർആൻ പറഞ്ഞത്, നോക്കണമെങ്കിൽ ശബ്ദം വരുന്നതിനെ പറ്റി. അദ്ദേഹം പള്ളിയിലേക്ക് വരാറായി. റസൂലുള്ളാഹി ചോദിച്ചു, അയിന സാബിത്ത് ഇബ്നു ഖൈസ്, എവിടെ പോയി അയിന സാബിത്ത് ഇബ്നു ഖൈസ്? അപ്പോ പല കൂട്ടുകാരും പറഞ്ഞു പുറത്ത് കണ്ടിരുന്നു, പക്ഷേ പ്രത്യേകം രോഗമുള്ളതായ ഒന്നും അറിയില്ല. അപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളൊന്ന് പോയി നോക്കി എന്താണ് അവസ്ഥ. അപ്പൊ വീട്ടിൽ ചെന്നപ്പം സാബിത്ത് ദുഃഖിച്ചിരിക്കുകയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. റസൂലുള്ളാഹിനോട് സംസാരിക്കുമ്പോൾ ശബ്ദം ഉയർന്നു പോയാൽ അതിന്റെ പേരിൽ തന്റെ സൽക്കർമ്മം പൊളിഞ്ഞു പോകുമല്ലോ എന്ന ചിന്തയുണ്ട്. അല്ലാണ്ട് കൽപ്പിച്ചൂട്ടി ഒച്ചുണ്ടാക്കി സംസാരിക്കുന്നതല്ല. അപ്പൊ നമ്മളൊക്കെ നാട്ടിലാരാ? പള്ളിയായാലും വേണ്ട, എന്തായാലും വേണ്ട, പള്ളിയുടെ മുന്നേ എന്ത് വർത്താനം പറയും, അടിച്ച് പൊളിച്ച് വർത്താനം അല്ലേ? കച്ചറുണ്ടാക്കുന്നതാരാ? ഇസ്ലാമിന്റെ ആൾക്കാർ, മുസ്ലിങ്ങൾ അല്ലേ? പള്ളിന്റെ ഉള്ളിൽ അടി ഉണ്ടാക്കുന്നതാരാ? ഇതോ കേൾക്കുമ്പം എന്തുകൊണ്ട് എന്ന ചിന്ത. ഖുർആൻ അറിഞ്ഞില്ല, ഖുർആന്റെ ആഴങ്ങളിലേക്ക് വന്നില്ല, സങ്കടമുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം കരഞ്ഞിരിക്കുമ്പം അദ്ദേഹം പറയാണ് ഈ കൂട്ടുകാരനോട്, ഹലക്തു അനമിൻ അമലിന്നാർ, ഹലക്തു ഞാൻ നശിച്ചു പോയിട്ടോ, അനമിൻ അമലിന്നാർ ഞാൻ നരകത്തിന്റെ പ്രവർത്തനം ചെയ്തു പോയി. കരിയാണ്. എന്താ കാരണം? എന്താ ചെയ്തത്? ഞാൻ നിങ്ങളാണ് ഇതൊക്കെ തെറ്റായി കാണും. റസൂലുള്ളാഹിന്റെ സഹാബത്തെ ശബ്ദമുയർത്തിയത് കൊണ്ട് പറയാണ്, ഞാൻ നശിച്ചുപോയി, അനമിൻ അമലിന്നാർ. എന്താ കാരണം? അന ജഹുവരിയു സൗത്ത്, എനിക്ക് ശബ്ദം പൊതുവെ ഉച്ചത്തിലുള്ള, അതുകൊണ്ടാണ് ഞാൻ പള്ളിയിലേക്കൊന്നും വരാത്തത്. വിവരം റസൂലുള്ളാഹി അറിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ആ കൂട്ടുകാരനോട് പറഞ്ഞു, ഇദ്ഹബ് ഇലൈഹി, നിങ്ങൾ അവനിലേക്ക് പോകണം, സാബിത്തിന്റെ അടുത്ത് പോകണം. ഫഖുൽ, അദ്ദേഹത്തോട് ഫഖുൽ ലഹു, അദ്ദേഹത്തോട് പറയണം, ലസ്ത മിൻ അഹ്ലിന്നാർ, നിങ്ങൾ നരകത്തിന്റെ ആളല്ല എന്ന്. അത് വഹീന്റെ അടിസ്ഥാനത്തിലെ സംസാരം. സാബിത്ത് ഇബ്നു ഖൈസ് നരകത്തിലല്ല വഹി.
ലസ്ത മിൻ അഹ്ലിൻ നാർ വലാകിന്നക അന്നക മിൻ അഹ്ലിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണ്. അതുകൊണ്ട് ഈ ശബ്ദം എന്തല്ല, നിങ്ങൾ ബോധപൂർവം റസൂലുള്ളാഹിനെ അവഗണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ റസൂലുള്ളാഹിനോടുള്ള ആദരവ് പറഞ്ഞതുകൊണ്ടോ അല്ല. ഖുർആനിനോടും ഹദീസിനോടുള്ള ആദരവുള്ള ആളാണെങ്കിലും പ്രകൃത്യ നിങ്ങളുടെ ഖിൽഖിയത്ത് തബിയത്ത് അതായത് കൊണ്ട് വന്നു പോയതാണ്. അതുകൊണ്ട് അതിനൊന്നും കിട്ടില്ല. എത്ര ചെറിയ കാര്യം നോക്കണം. മറ്റൊരു സംഭവം കൂടി നമുക്ക് ഓർക്കാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യൻ, അത് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളൂ, പുരുഷന്മാർക്ക് സ്വർണം ഹറാമാണെന്നുള്ള ആയത്ത് ഇറങ്ങിയിട്ടുള്ളൂ, വല്ലാണ്ട് വ്യാപകമായ ആളുകളുടെ അടുത്ത് എത്തിയിട്ടില്ല. അപ്പൊ ചില സഹാബികളുടെ കയ്യിലൊക്കെ സ്വർണത്തിന്റെ മോതിരമുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിറങ്ങിയതിനു ശേഷം ഒരു സഹോദരൻ, ഒരു സഹാബി ഒരു സ്വർണ്ണമോതിരം ധരിച്ചിട്ടുണ്ട്. റസൂൽ അത് വാങ്ങിയിട്ട് വലിച്ചെറിഞ്ഞു. അങ്ങനെ വലിച്ചെറിഞ്ഞു. അപ്പോ വലിച്ചെറിഞ്ഞ് റസൂലിനെ പോയി. ഇന്നാണ് വലിച്ചെറിഞ്ഞുണ്ടല്ലോ, അതൊരു യുദ്ധം നടക്കൂലേ? നമ്മളൊന്നൊക്കെ എന്തെങ്കിലും തെറ്റായ കാര്യം ഒരു സ്ഥലത്തുനിന്ന് വിമർശിച്ചാൽ പോലും അത് തെറ്റാണ്, ഇസ്ലാമികമായി പാടില്ല എന്ന് പറഞ്ഞാൽ എത്ര ആളുകൾ അയാളുടെ നേരെ അയാളെ ഇറച്ചി തിന്നാൻ കയറും, ഇല്ലേ? കയറൂലേ? ഇവിടുന്നാണ് അത് പറയേണ്ടത്. പിന്നെ ഇവിടുന്നാ പറയാ. ഇപ്പൊ കല്യാണം സാധിച്ചെന്നാ കല്യാണത്തിന് വരുന്ന അപകടങ്ങൾ പറയണം, വേണ്ടേ? അത് പറയണം. അത് പറയാനാണ് അവിടെ ഒത്തുകൂടുന്നത്. അത് പറഞ്ഞാൽ എന്ത് പറയും? ഇവിടുന്ന് അത് പറയല് നല്ലൊരു സദസ്, ബർക്കത്തായ സദസ്സല്ല, അവിടുന്ന് അതൊക്കെ പറയല്. ഇവനൊക്കെ ആരാ? മുനാഫിക്കാണ് സംസാരിക്കുന്നത്. പക്ഷെ ഓന്റെ കൂടെ കൂടാനും കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ട്, അല്ലേ? എന്തെല്ലാം ജാതികളാണ്. നമ്മളൊക്കെ തന്നെ വേറെ പുറത്തുനിന്ന് ഈ ജാതിനെ കൊണ്ടല്ല കേട്ടോ. നമ്മളൊക്കെ പെട്ടെന്ന് നമ്മളെ ശബ്ദം മാറും. കാരണം നമ്മളെ വീട്ടിലാണ് ഇത്തരം തോന്നിയാസങ്ങളൊക്കെ നടന്നത്. അവിടെയാണ് ഈ കാര്യം താക്കീത് ചെയ്തിട്ട് ഒരാൾ സംസാരിച്ചതെങ്കിൽ നമ്മളുടെ ശബ്ദമൊക്കെ മാറും, ഇല്ലേ? അവിടെയാണ് നമ്മൾ മുസ്ലിമാണോ നോക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞു വന്ന ഈ സംഭവം, റസൂലുള്ള മോതിരം വലിച്ചെറിഞ്ഞ് റസൂലുള്ള നടന്നുപോയി. അപ്പൊ കൂട്ടുകാരൻ പറഞ്ഞു, ഹു അതെടുത്തോ, ഇൻതഫി, നിനക്ക് വേറെന്തിനെ ഉപകരിക്കും, അതെടുത്തോ പറഞ്ഞു. റസൂലുള്ള വലിച്ചെറിഞ്ഞ് മോതിരം അവിടെ ഉണ്ട്, അതെടുത്തോ പറഞ്ഞു കൂട്ടുകാരനെ. അപ്പൊ മറ്റാൾ പറയാ, അള്ളാന്റെ റസൂല് വലിച്ചെറിഞ്ഞ് ഇനി എനിക്ക് ആവശ്യമില്ല. എങ്ങനെയുണ്ട് റസൂലുള്ളാന്റെ വാക്കുകൾ ജീവിതത്തിൽ പകർത്തി? ആ സഹാബത്തുള്ള സ്വർഗത്തിലേക്കാണ് ഞമ്മക്കും എത്തേണ്ടത്, മറക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കേൾക്കുമ്പോൾ പകർത്താൻ, ഉൾക്കൊള്ളാൻ, താക്കീതുകളും ഉപദേശങ്ങളും ഉൾക്കൊള്ളാൻ അല്ലാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അർഹമുർ-റഹീമായ റബ്ബ് അവന്റെ മഹത്തായ മഹലായ ഫഅല് കൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നമ്മുടെ ബഹുമാനായ മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മെയും അവന്റെ സ്വർഗ്ഗപൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നിരവധി ചെറുതും വലുതുമായ രോഗങ്ങളാൽ ആശുപത്രികളിലും വീടുകളിലും കഷ്ടപ്പെടുന്ന രോഗികൾക്ക് അല്ലാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.